ഹലോ എവ്രിവൺ, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ 5ാമത്തെ സീസണിലെ 15ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടവർ മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എപ്പിസോഡിൻ്റെ ഓരോ സ്ഥലവും നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ആണ്, അതായത് ഓരോ കഥയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രേക്കിംഗ് ബാഡ് അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള വെറും ഒരു എപ്പിസോഡ് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനിയൊട്ടും സമയം കളയാതെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ വാൾട്ടർ കയറിയ ആ കാറാണ്. ആ കാറാണെങ്കിൽ ഒരിടത്ത് നിർത്തുകയാണ്. ഈ സമയം കാറിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാനെയാണ്. നമുക്ക് മനസ്സിലാക്കാം സോൾ ഗുഡ്മാനും അതുപോലെ തന്നെ നാട് വിടാൻ പോവുകയാണെന്ന്. കാരണം വാൾട്ടറിൻ്റെ വക്കീലായതുകൊണ്ട് തന്നെ സോൾ ഗുഡ്മാനെതിരെയും കേസുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർ പറയുകയാണ്, ഇത് പാസ്പോർട്ടും മറ്റും റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ 3 ദിവസം എടുക്കും, വീട് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ദിവസം എടുക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിങ്ങൾ ഇവിടെ താമസിക്കണം, മാത്രമല്ല ഇവിടെ വേറൊരാളും കൂടിയുണ്ട് എന്ന് പറയുകയാണ്. ഈ സമയം സോൾ ഗുഡ്മാൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. ഈ സമയം അയാളാണെങ്കിൽ ആ മുറിയുടെ ക്യാമറ കാണിക്കുകയാണ്. ഈ സമയം നമ്മൾ കാണുന്നത് വാൾട്ടറിനെയാണ്. അവിടെ നിന്ന് ടൈറ്റിൽ ഇട്ട് കാണിക്കുന്നു ബ്രേക്കിംഗ് ബാഡ്. പിന്നീട് നമ്മൾ കാണുന്നത് മേരിയുടെ വീടാണ്. അവിടേക്കാണെങ്കിൽ DAയുടെ ആൾക്കാരൊക്കെ മേരിയെ കൊണ്ടുവിടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം മേരിയുടെ വീടാണെങ്കിൽ അതിക്രമിച്ച് കളഞ്ഞ് പൊളിച്ച രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണെങ്കിൽ ജെസ്സിയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറയും മറ്റും നിലത്തിട്ടിരിക്കുന്നത് നമ്മൾ കാണാം. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജാക്കും കൂട്ടരും അവരുടെ വീട് ആക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരുന്ന ജെസ്സിയുടെ മൊഴിയിലുണ്ടായിരുന്ന ആ CD എടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ജെസ്സിയുടെ മൊഴി ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് അന്വേഷിച്ച് അവർ ജാക്കിനെയും കൂട്ടരെയും പിടിക്കും. അതുണ്ടാവാതിരിക്കാൻ ജെസ്സിയുടെ മൊഴിയിലുണ്ടായിരുന്ന ആ കാസറ്റ് അതായത് ജെസ്സി മൊഴി കൊടുത്ത വിവരമെല്ലാം അടങ്ങിയ ആ കാസറ്റ് അവർ മോഷ്ടിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജാക്കിനെ തന്നെയാണ്. ഈ സമയം അവരാണെങ്കിൽ ആ മോഷ്ടിച്ച CD ആണെങ്കിൽ എടുത്ത് പ്ലേ ചെയ്യുകയാണ്. ഈ സമയം ജെസ്സി എല്ലാ കാര്യവും പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സമയം ജെസ്സി ആണെങ്കിൽ ടോഡിനെ കുറിച്ച് ഒരുപാട് ചീത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ടോഡ് ആ കുട്ടിയെ കൊന്നതൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ജാക്ക് ദേഷ്യം വന്ന് ജെസ്സിയെ കൊല്ലാൻ പോവുകയാണ്. ഈ സമയം ടോഡ് പറയുന്നുണ്ട്, നമ്മൾ അവനെ കൊല്ലേണ്ട, അവനെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് മെത്തുണ്ടാക്കാൻ, അതുപയോഗിച്ച് നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം ജാക്ക് ടോഡിനോട് പറയുന്നുണ്ട്, എന്തിനാണ് ഇനി നമ്മൾ പണം ഉണ്ടാക്കുന്നത്? ഏതാണ്ട് 70 മില്യണോളം പണം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, അതല്ലേ ആ ബാരലിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ടോഡ് പറയുന്നുണ്ട്, ഒരുപാട് പണം ഉണ്ടായി, ഇനിയും പണം ഉണ്ടാക്കുന്നത് പ്രശ്നമില്ലല്ലോ, നമ്മുടെ കയ്യിൽ 600 ഗാലൻ മീനുണ്ട്, അതുപയോഗിച്ച് നമുക്ക് മെത്തുണ്ടാക്കാമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം ജാക്കിന് മനസ്സിലാവുകയാണ് ടോഡിൻ്റെ ഉദ്ദേശം മെത്തുണ്ടാക്കലല്ല, മറിച്ച് ലിഡിയയുമായി ബന്ധമുണ്ടാക്കുകയും ലിഡിയയെ സ്നേഹിക്കുന്നുണ്ട് ടോഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ടോഡിൻ്റെ ആഗ്രഹത്തിന് ജാക്ക് എതിരെ നിൽക്കാതെ ടോഡ് പറയുന്നത് പോലെ അനുസരിക്കുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ജെസ്സിയാണ്. ഈ സമയം ജെസ്സിയാണെങ്കിൽ ആൻഡ്രിയയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫോട്ടോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പിൻ ഉപയോഗിച്ച് അവൻ്റെ പൂട്ട് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ പരാജയപ്പെടുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറിനെയും സോൾ ഗുഡ്മാനെയുമാണ്. ഈ സമയം വാൾട്ടർ ആണെങ്കിൽ സോൾ ഗുഡ്മാനോട് പറയുന്നുണ്ട്, എനിക്ക് ജാക്കിനെ കൊല്ലണം, കാരണം ജാക്കാണെങ്കിൽ എൻ്റെ പണം മുഴുവൻ തട്ടിയെടുത്തിട്ടുണ്ട്, ഹാങ്കിനെ കൊന്നിട്ടുണ്ട്, മാത്രമല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നിൻ്റെ കയ്യിലുള്ള കൊലയാളികളുടെ ലിസ്റ്റൊക്കെ വേണം, അവരെ ഉപയോഗിച്ച് എനിക്ക് ജാക്കിനെ കൊല്ലണമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ വക്കീലല്ല, മറിച്ച് ഞാനിപ്പോൾ ഒരു പേര് മാറ്റിയ പൗരനാണ്, അതുകൊണ്ട് തന്നെ അവരുടെ നമ്പറൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം സോൾ ഗുഡ്മാൻ വാൾട്ടറിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. DAയുടെ ആൾക്കാർ ഇപ്പോൾ 2 പേരും മരിച്ചിട്ടുണ്ട് എന്ന് നിനക്കറിയാം, പക്ഷേ യഥാർത്ഥ നിയമത്തിൻ്റെ കണക്കിൽ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മിസ്സിംഗ് കേസാണ്. മാത്രമല്ല നീയാണ് പ്രതി, നിന്നെ കയ്യിൽ കിട്ടാത്തിടത്തോളം കാലം അതൊരു മിസ്സിംഗ് കേസായി തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ കുടുംബത്തിനെയും നിൻ്റെ വീടിനെയും അത് എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നിൻ്റെ കുടുംബത്തിനെ ഇപ്പോൾ അവർ ചോദ്യം ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അത് നിൻ്റെ കുടുംബത്തിന് ഒരുപാട് പ്രശ്നമാകും. ഇപ്പോൾ നിൻ്റെ വീട് വരെ സർക്കാർ സീൽ ചെയ്ത് പൂട്ടിയേക്കാം. മാത്രമല്ല നീ അവർക്ക് മുമ്പിൽ പണം അയച്ചു കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ, ബാങ്കിലൂടെ അത് പോവുകയാണെങ്കിൽ സർക്കാർ അത് കണ്ടെത്തി നിൻ്റെ പണമെല്ലാം ബാങ്കിന് വേണ്ടി സീൽ ചെയ്ത് കൊണ്ടുപോകുമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ ചോദിക്കുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നുണ്ട്, നീ അവർക്ക് പോയി കീഴടങ്ങുകയാണെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്ക് നല്ല ജീവിതവും നിൻ്റെ കുട്ടികൾക്ക് നല്ല ജീവിതവും ഒക്കെ കിട്ടാൻ സാധിക്കും, ഇല്ലെങ്കിൽ നേരെ വണ്ണം ഒരു ജോലി പോലും അവൾക്ക് എവിടെയും കിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, ഞാൻ എന്തിന് കീഴടങ്ങണം, ഞാൻ കീഴടങ്ങുന്നുണ്ടെങ്കിൽ ഈ പണം അവർക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്ന് പറയുകയാണ്. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നുണ്ട്, നീ ഈ പണം എത്തിക്കാൻ നോക്കുകയാണെങ്കിൽ മൈക്കിനുണ്ടായതുപോലെ തന്നെ നിൻ്റെ പണമെല്ലാം സർക്കാരിന് വേണ്ടി കണ്ടുകെട്ടും, അല്ലാതെ നിൻ്റെ പണം ഒരിക്കലും നിൻ്റെ കുടുംബത്തിന് എത്തുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വാൾട്ടർ ഒരു വഴിയുമില്ലാതെ ഇരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവിടുത്തെ ആൾ വന്നിട്ട് വാൾട്ടറിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു ക്രിമിനലാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യത്തിൽ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം, നിങ്ങളുടെ കാര്യമെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാമെന്നും പറഞ്ഞ് സോൾ ഗുഡ്മാനെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് സോൾ ഗുഡ്മാനെ കൊണ്ടുപോവുകയാണ് നമ്മൾ കാണുന്നത്.
പിന്നീട് നമ്മൾ കാണുന്നത് സ്കെയിലറിനെയാണ്. ഈ സമയം സ്കെയിലറിനാണെങ്കിൽ ഒരു വക്കീലും ഉണ്ടായിരുന്നു. ഈ സമയം സ്കെയിലറിനോട് അവർ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ സ്കെയിലർ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, അവൻ വീട്ടിൽ വന്ന് പണം എടുത്തിട്ട് പോയത് മാത്രമാണ് അറിയുക, എൻ്റെ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നീട് കുട്ടിയെ തന്നു എന്നൊക്കെ പറയുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അവർക്കെതിരെ എന്തെങ്കിലും തെളിവോ മറ്റോ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ചോദ്യം ചെയ്ത് കൊണ്ടേയിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടാകും, അതിന് ഇടവരുത്തരുത് എന്നൊക്കെ പറയുകയാണ് നമ്മൾ പോയി നോക്കുകയാണ്. ഈ സമയം അവിടെ ടോഡിൻ്റെ ആൾക്കാരൊക്കെ മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം ടോഡ് സ്കെയിലറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിനോട് എല്ലാ കാര്യവും പറയുന്നുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എല്ലാ കാര്യവും പറയണം, അത് നിങ്ങളുടെ ബാധ്യതയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറയരുത്, അതായത് നിങ്ങളുടെ കാർ വാഷിലേക്ക് വന്ന ലിഡിയ എന്ന സ്ത്രീയെക്കുറിച്ചോ അവരുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല, ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലേണ്ട ആവശ്യം ഞങ്ങൾക്ക് വരും, അതിന് ഇടവരുത്തരുത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം സ്കെയിലർ അതിന് സമ്മതിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ടോഡ് പറയുന്നുണ്ട്, വാൾട്ടറിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്, പക്ഷേ നിങ്ങൾ മൊഴി കൊടുക്കുകയാണെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് നമ്മൾ കാണുന്നത്. ഇത് കേട്ട് സ്കെയിലർ ഭയക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ടോഡിനെയാണ്. ഈ സമയം അവിടേക്ക് ലിഡിയ വരികയാണ്. എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. ഈ സമയം ടോഡ് പറയുന്നുണ്ട്, ബിസിനസ്സൊക്കെ ഡള്ളാണ് എന്ന് എനിക്കറിയാം, പക്ഷേ യൂറോപ്പിലേക്ക് ഇനി നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം, നല്ല കച്ചവടം ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. ഈ സമയം ലിഡിയ പറയുന്നുണ്ട്, നിൻ്റെ കൂറ മെത്തൊന്നും നമുക്ക് വേണ്ട, അതിനിപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല എന്ന് പറയുകയാണ്. ഈ സമയം ടോഡ് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മെത്ത് പരിശോധിച്ചപ്പോൾ അത് 92% പ്യുവറായിരുന്നു, മാത്രമല്ല അതിന് നീല നിറവും ഉണ്ട് എന്ന് പറയുകയാണ്. ഈ സമയം ലിഡിയ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അത് ഹൈസൻബർഗിന് മാത്രമേ സാധിക്കുകയുള്ളൂ, അപ്പോൾ വാൾട്ടർ രക്ഷപ്പെട്ട് വന്നത് നിങ്ങളുടെ അടുത്തേക്കാണോ, വാൾട്ടർ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ അടുത്താണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ടോഡ് പറയുന്നുണ്ട്, ഇല്ല, വാൾട്ടർ ഞങ്ങളുടെ അടുത്തില്ല, പക്ഷേ ജെസ്സി ഞങ്ങളുടെ അടുത്തുണ്ട്, അവനിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്ന് പറയുകയാണ്. ഈ സമയം ലിഡിയ പറയുന്നുണ്ട്, ജെസ്സിയെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിലേക്ക് ഇത് എത്തുമോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ടോഡ് പറയുന്നുണ്ട്, ഇല്ല, ഒരിടത്തും എത്തില്ല, ജെസ്സിയെ ഞങ്ങൾ പൂട്ടിയിരിക്കുന്നത് ആർക്കും അറിയില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അവനിപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ വീണ്ടും ബിസിനസ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറിനെയാണ്. ഈ സമയം വാൾട്ടറിനെയാണെങ്കിൽ അവർ ഒരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ന്യൂ ഹാംഷയറിലേക്കായിരുന്നു വാൾട്ടർ വന്നിട്ടുള്ളത്. അങ്ങനെ അയാളാണെങ്കിൽ വാൾട്ടറിന് പുതിയ വീടൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവർ വാൾട്ടറിനെ വീട് കാണിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ വീടാണ്. എന്നിട്ട് വാൾട്ടറിനോട് പറയുന്നുണ്ട്, ഒരു മാസത്തുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ഇവിടെ തന്നെയുണ്ട്, ആ ഒരു മാസം കഴിയുകയാണെങ്കിൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങൾക്കെല്ലാം സെറ്റ് ചെയ്ത് തരാം, മാത്രമല്ല ഇവിടെ TV ഉണ്ട്, പക്ഷേ മൊബൈലോ ഇൻ്റർനെറ്റോ ഇല്ല, അങ്ങനെയാണെങ്കിൽ പോലീസിന് നിങ്ങളെ കണ്ടെത്താൻ സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വാൾട്ടർ അതിന് സമ്മതിക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഇവിടെ നിന്ന് 8 കിലോമീറ്റർ നടന്നാൽ ഒരു ടൗൺ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഒരിക്കലും അവിടേക്ക് പോകരുത്, കാരണം അവിടെ പോലീസും ആൾക്കാരും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടേക്ക് പോകരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു അഡ്രസ്സൊക്കെ വാൾട്ടറിന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അയാൾ പോവുകയാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവും എടുത്ത് ടൗണിലേക്ക് പോകാൻ നോക്കുകയാണ്. എന്നിട്ട് എന്തോ ആലോചിച്ച ശേഷം വാൾട്ടറിന് മനസ്സിലാകുകയാണ്, അവിടെ നിന്ന് പോലീസൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ പോകാമെന്നും പറഞ്ഞ് വാൾട്ടർ തിരിച്ചു നടക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരുപാട് മാസങ്ങൾ വാൾട്ടർ അവിടെ തന്നെ ജീവിക്കുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ജെസ്സിയാണ്. ഈ സമയം ജെസ്സിയാണെങ്കിൽ അവൻ്റെ കയ്യിലെ വിലങ്ങൊക്കെ അയച്ച് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ടോഡ് വരികയാണ്. എന്നിട്ട് ജെസ്സിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു പോവുകയാണ്. ഈ സമയം ജെസ്സി ടോഡിനോട് പറയുന്നുണ്ട്, ഇന്ന് ആ മുകളിലുള്ള ഷീറ്റ് പിരിക്കരുത്, എനിക്ക് വെളിച്ചം കിട്ടണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ടോഡാണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ടോഡ് പോയ ശേഷം ജെസ്സിയാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങൊക്കെ എങ്ങനെയോ അയക്കുകയാണ്. എന്നിട്ട് ആ ഗേറ്റും തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ജെസ്സിയാണെങ്കിൽ ഒരുവിധം രക്ഷപ്പെടാൻ എത്തി, അവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്ത് അവരൊക്കെ വന്ന് ജെസ്സിയെ വീണ്ടും പിടിക്കുകയാണ്. എന്നിട്ട് ഈ സമയം ജെസ്സി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ, എന്തിനാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം അവർ പറയുന്നുണ്ട്, നീ ഇന്ന് രക്ഷപ്പെടാൻ നോക്കി, അതുകൊണ്ട് നീക്കുള്ള ശിക്ഷയുണ്ട് എന്നും പറഞ്ഞ് ജെസ്സിയെ കൊണ്ട് ഒരിടത്തേക്ക് പോവുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആൻഡ്രിയയുടെ വീടാണ്. അവിടേക്ക് ടോഡ് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ജെസ്സിയുടെ കൂട്ടുകാരനാണ്, ജെസ്സി ഇപ്പോൾ വണ്ടിയുടെ പുറത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ പോയി കാണാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാസത്തിന് ശേഷം ജെസ്സിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആൻഡ്രിയ പുറത്തേക്ക് വരികയാണ്. പക്ഷേ ഈ സമയം ടോഡാണെങ്കിൽ ആൻഡ്രിയയെ വെടിവെച്ച് കൊല്ലുകയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ജെസ്സി ദൂരെ നിന്ന് കാറിൽ കാണുകയുണ്ടായിരുന്നു. പക്ഷേ ജെസ്സിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ ജെസ്സി നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ജെസ്സിയോട് അവർ പറയുകയാണ്, നിങ്ങൾ ഇനിയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ബ്രോക്കിനെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ജെസ്സിയെ ഭീഷണിപ്പെടുത്തിയിരുത്തുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് മാസത്തിന് ശേഷമുള്ള കാര്യമാണ്. അതായത് വാൾട്ടറിനെ കാണാൻ അയാൾ വീണ്ടും വരികയാണ്. എന്നിട്ട് വാൾട്ടറിനുള്ള ഫുഡും എല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് വാൾട്ടറിന് കഴിഞ്ഞ 6 മാസത്തിനിടയിലുണ്ടായിരുന്ന പത്രമെല്ലാം കൊടുക്കുകയാണ്. ഈ സമയം വാൾട്ടർ അതൊക്കെ വായിക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അയാൾ വാൾട്ടറിന് പറ്റിയ ഒരു കണ്ണാടയും കൊടുക്കുന്നുണ്ട്. ഈ സമയം വാൾട്ടർ അവരോട് ചോദിക്കുന്നുണ്ട്, സ്കെയിലറിനെ കുറിച്ചോ എൻ്റെ കുടുംബത്തിനെ പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന്. ഈ സമയം അയാൾ പറയുന്നുണ്ട്, അവരുടെ വീടാണെങ്കിൽ ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്, മാത്രമല്ല അവർ വേറെയിടത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്, മാത്രമല്ല സ്കെയിലറാണെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, വാൾട്ടറാണെങ്കിൽ
വാൾട്ടർ ജൂനിയർ ആണെങ്കിൽ ചെറിയ ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ്റെ സ്കൂളൊക്കെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് വലിയ ഫീസൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്, പണമില്ലാത്ത അവസ്ഥയിലാണ് അവർ ഉള്ളത് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ വാൾട്ടറിന് മനസ്സിലാവുകയാണ് സോൾ ഗുഡ്മാൻ പറഞ്ഞത് ശരിയായിരുന്നു, അവർ ഇപ്പോൾ ഒരുപാട് കഷ്ടതയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ വാൾട്ടർ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് വാൾട്ടർ അവിടെ തന്നെ തനിച്ചിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ ആണെങ്കിൽ അവിടെ ഒരു പെട്ടി കാണുകയാണ്. ഈ സമയം വാൾട്ടർ എന്തോ തോന്നിയ ശേഷം ആ പെട്ടി നിറച്ച് പണം ഇടുകയാണ്. എന്നിട്ട് അവൻ നേരിട്ട് ആ ടൗണിലേക്ക് തന്നെ ധൈര്യമായി പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ കടയിൽ കയറി വിളിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ വിളിച്ചിരുന്നത് അവൻ്റെ വാൾട്ടർ ജൂനിയറിൻ്റെ സ്കൂളിലേക്കായിരുന്നു. എന്നിട്ട് വാൾട്ടർ ജൂനിയറിനോട് അവൻ്റെ ആൻറ്റിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ വാൾട്ടർ ജൂനിയർ ആ ഫോൺ എടുത്ത ശേഷം വാൾട്ടർ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാനാണ് വാൾട്ടർ, നിനക്ക് എന്താണ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് വാൾട്ടർ കരയുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ ജൂനിയർ ഒന്നും പറയാതെ ഇരിക്കുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, നിൻ്റെ വീട് മാറിയതായി എനിക്കറിയാം, ആ അഡ്രസ്സല്ല, പുതിയ അഡ്രസ്സാണ് നിൻ്റെതെന്ന് എനിക്കറിയാം. പക്ഷേ ആ അഡ്രസ്സ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ കൂട്ടുകാരൻ്റെ ലൂയിസിൻ്റെ അഡ്രസ്സിലേക്ക് ഞാനൊരു പാർസൽ അയച്ചിട്ടുണ്ട്. അത് നിനക്കാണ് ഞാൻ അയച്ചത്. നീ ആ പാർസൽ പോയി സ്വീകരിക്കണം. അതിലാണെങ്കിൽ $1,00,000 ഉണ്ട്, അത് നീ ഉപയോഗിക്കണമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഈ സമയം ഒന്നും തന്നെ വാൾട്ടർ ജൂനിയർ സംസാരിക്കാതെ ഇരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, ആ പണം ഉപയോഗിച്ച് നീ നല്ല സ്കൂളിൽ ചേരണം, നീ നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ ജൂനിയർ പറയുന്നുണ്ട്, എന്തിനാണ് എനിക്കിപ്പോൾ പണം? നിങ്ങൾ എത്രയും നാൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്തിനാണ് ഹാങ്കിനെ കൊന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഈ രീതിയിൽ അവസാനിപ്പിച്ചത്? നിങ്ങൾക്ക് പോയി ചത്തുകൂടെ? എന്നാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കാമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് ഓരോ നിമിഷവും പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വാൾട്ടറിനോട് കയക്കുകയാണ് നമ്മൾ കാണുന്നത്. ഇത് കേട്ടപ്പോൾ വാൾട്ടറിന് ഒരുപാട് സങ്കടമാവുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് വാൾട്ടർ ജൂനിയർ ആണെങ്കിൽ ആ ഫോൺ വെച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം വാൾട്ടർ വിചാരിക്കുന്നുണ്ട്, സോൾ ഗുഡ്മാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പോലീസിന് പിടികൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കാൻ സാധിക്കും, അങ്ങനെയെങ്കിലും അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നും വിചാരിച്ച് വാൾട്ടർ ആണെങ്കിൽ വാൾട്ടറിൻ്റെ നാട്ടിലുള്ള പോലീസിനെ വിളിക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പറയുന്നു, ഇത് ഞാനാണ് വാൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ അവിടെ ഇട്ട് പോവുകയാണ്. ഈ സമയം അവരാണെങ്കിൽ ആ ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കി അവിടേക്ക് വരുമെന്ന് വാൾട്ടറിന് അറിയാമായിരുന്നു. അങ്ങനെ വാൾട്ടർ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു ബിയർ കുടിക്കുകയാണ്. ഈ സമയം ടി വിയിൽ ഒരു പരസ്യം വാൾട്ടർ കാണുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, വാൾട്ടറിൻ്റെ മുൻപത്തെ കൂട്ടുകാരനായിരുന്ന ഗ്രേച്ചനും ഏലിയറ്റുമായിരുന്നു. ഈ സമയം വാൾട്ടറിന് അവരുടെ ഒരു ഇൻ്റർവ്യൂ കാണുകയാണ്. ഈ സമയം അവർ പറയുന്നുണ്ട്, അവർ കഴിഞ്ഞ ദിവസത്തിനിടെ 25 മില്യൺ പാവപ്പെട്ട കുട്ടികൾക്കും മറ്റും ചെലവാക്കിയിട്ടുണ്ട് എന്ന്. ഈ സമയം ചോദ്യം ചോദിക്കുന്ന അവതാരിക അവരോട് ചോദിക്കുന്നുണ്ട്, വാൾട്ടറിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന്. ഈ സമയം ഗ്രേച്ചൻ പറയുന്നുണ്ട്, അവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അവൻ എൻ്റെ മുൻപത്തെ കൂട്ടുകാരൻ മാത്രമായിരുന്നു. പക്ഷേ പുതിയ ജീവിതത്തിൽ അവന് എനിക്കൊരു ബന്ധവുമില്ലാത്ത ആളാണ്. അവൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഗ്രേച്ചൻ പറയുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടറിന് ഒരുപാട് ടെൻഷനാവുകയാണ്. ഈ സമയം അവിടെ തന്നെ ഒരു ന്യൂസ് പ്ലേ ആവുകയാണ്. അതാണെങ്കിൽ ബ്ലൂമെത്ത് ഇപ്പോഴും നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വാൾട്ടർ ഇനിയും ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടറിന് മനസ്സിലാകുന്നുണ്ട്, ജെസ്സി ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ബ്ലൂമെത്ത് ഇപ്പോഴും ടൗണിൽ കറങ്ങുന്നത്. മാത്രമല്ല ജെസ്സിയും വാൾട്ടറും അല്ലാതെ ഒരാൾക്കും തന്നെ ബ്ലൂമെത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ജെസ്സി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് വാൾട്ടറിന് മനസ്സിലാവുകയാണ്. ഈ സമയം വാൾട്ടർ എന്തോ ആലോചിച്ച ശേഷം പോലീസിനെ പിടികൊടുക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് വാൾട്ടർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവിടേക്ക് പോലീസ് എത്തുന്നുണ്ടെങ്കിലും അവിടെ വാൾട്ടർ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? എന്താണ് വാൾട്ടറിൻ്റെ പ്ലാൻ? വാൾട്ടറിനെ പോലീസ് പിടികൂടുമോ? പോലീസ് പിടികൂടിയില്ലെങ്കിൽ